ഈ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർത്തയിലേക്ക് പോവുകയാണ്. ഓൺലൈനിലൂടെ മദ്യവിൽപ്പന നടത്താനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ. താൽപര്യം പ്രകടിപ്പിച്ച് സ്വിഗ്ഗി അടക്കം രംഗത്തെത്തിയത് ചൂണ്ടിക്കാട്ടി ബെഫ്കോ MD ഹർഷിത അട്ടലൂരി സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. എന്നാൽ ഓൺലൈൻ വിൽപ്പന സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നും സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിനുള്ളിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത് എന്നുമാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. കോവിഡ് സമയത്താണ് ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയെക്കുറിച്ച് ബീവറേജസ് കോർപ്പറേഷൻ സജീവമായി ആലോചിച്ചു തുടങ്ങിയത്. വരുമാന വർധന ഉറപ്പായതിനാൽ കോർപ്പറേഷൻ സർക്കാരിന് മുന്നിൽ ശുപാർശയും നൽകിയിരുന്നു. എന്നാൽ തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല എന്നായിരുന്നു ആ ഘട്ടങ്ങളിൽ സർക്കാർ നിലപാട്. ഇതിനിടെയാണ് ഓൺലൈൻ മദ്യവിൽപ്പനയിലെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ബെവ്കോ MD സർക്കാരിനെ വീണ്ടും സമീപിച്ചത്. സ്വിഗ്ഗി മുന്നോട്ട് വന്നിട്ടുണ്ട്, അവർ ഞങ്ങളെ പാർട്ട്നർ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ടെൻഡറിലേക്ക് പോയിട്ട് ഏറ്റവും ലോ കോസ്റ്റ് ഉള്ള ഡെലിവറി പാർട്ട്ണറെ ഞങ്ങൾ ചൂസ് ചെയ്യും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എടുത്തുചാടി തീരുമാനം എടുക്കേണ്ടതില്ലെന്നാണ് സർക്കാർ നിലപാട്. നിർബന്ധപൂർവ്വം ഒരു കാര്യവും നടപ്പാക്കില്ലെന്ന് എക്സൈസ് മന്ത്രി തന്നെ വ്യക്തമാക്കി. ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. തൽക്കാലം തീരുമാനിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞതെങ്കിലും ശുപാർശ സർക്കാർ പൂർണ്ണമായും തള്ളിയിട്ടില്ല. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയിൽ പെട്ടെന്ന് തീരുമാനമെടുത്താൽ അത് പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിട്ടുള്ള വിവാദങ്ങൾ സർക്കാർ മുന്നിലുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇവിടെ നടപ്പാക്കിയാൽ അനുകൂലിക്കാറില്ല. ഇപ്പോൾ ഡിസ്റ്റിലറിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറി ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നുകൊണ്ട് ഡസൻ കണക്കിന് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്ത ആളുകളാണ്. അതേസമയം ബീവറേജസ് കോർപ്പറേഷന്റെ സ്വന്തം ആപ്ലിക്കേഷൻ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് അനുമതിയില്ലെങ്കിൽ ആപ്ലിക്കേഷൻ പണമടിച്ച് നേരിട്ട് വാങ്ങാൻ സൗകര്യം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. വരുമാന വർധനവ് മാത്രമല്ല, ഓൺലൈൻ ഡെലിവറി വന്നാൽ ഈ തിരക്കും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ നടപ്പിലാക്കിയാൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ വേണ്ടെന്ന സർക്കാർ നിലപാട്. ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.